എല്ലാവരും ഇന്ന് ഓൺലൈൻ ക്ലാസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യോഗ സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. നമുക്ക് പറ്റുന്നത് പോലെ ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പക്ഷേ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ഇത് കുറച്ചും കൂടിയും നന്നാക്കാം, അല്ലെങ്കിൽ അങ്ങനെ സ്വയം നമ്മൾ നന്നാക്കിയിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല DSLRൻ്റെ ക്യാമറയൊക്കെ മേടിച്ചതിന് ശേഷം ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാലൊന്നും നടക്കാൻ പോണ കാര്യമില്ല. എൻ്റെ തന്നെ എത്രയോ വീഡിയോയുടെ താഴെ വന്നിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, വളരെ മോശമായിട്ടുള്ള വീഡിയോ ആണ്, വളരെ മോശമായിട്ട്, തീരെ എനർജി ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. എൻ്റെ പഴയ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തന്നെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ അത്ര നന്നായി എന്നല്ല, പക്ഷേ ഞാൻ മെല്ലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഓരോ വീഡിയോയിൽ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനിയും നന്നാവും. ഇപ്പോഴും ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിലെടുത്ത വീഡിയോയും ഇപ്പോൾ എടുക്കുന്ന വീഡിയോയും തമ്മിൽ നോക്കുന്ന സമയത്ത് കുറേ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോഴും സ്റ്റാർട്ടിങ്ങിലെടുത്തിട്ടുള്ള വീഡിയോ കാണുന്ന സമയത്തുണ്ടല്ലോ എത്ര മോശമാണെന്നാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പരാജയങ്ങളും മോശ അഭിപ്രായങ്ങളും കുറേ ഉണ്ടാവും. കുറേ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നല്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല വീഡിയോ ആണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇത് വളരെ ബോറായിട്ടാണ് തോന്നുക. കാരണം നമ്മളൊക്കെ ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ 100% പെർഫെക്റ്റ് ആവുമൊന്നുമില്ല. തെറ്റുകൾ പറ്റും, കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും. പക്ഷേ നമ്മൾ മെല്ലെ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ശുദ്ധമായിട്ടുള്ളൊരവസ്ഥ, ആ ഒരു യഥാർത്ഥ അതിനെന്തൊക്കെ വേണ്ടത്, ആ പോരായ്മകളെ നികത്തി മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സംജാതമാകും. അപ്പം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണേ. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, പബ്ലിക്കായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. എന്തായാലും നെഗറ്റീവ്സ് ഉണ്ടാവും, ചിലപ്പോൾ പോസിറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളതൊക്കെ ഒരു പാഠമായിട്ട് എടുക്കുക. നമുക്ക് വരുന്ന നെഗറ്റീവ്സുകൾ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുക. പോസിറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞു വിചാരിച്ച് വലിയ സംഭവമായിട്ട് മാറുമൊന്നും വേണ്ട. കാരണം തെറ്റുകളും അതുപോലെ ശരികളൊക്കെ സംഭവിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. തെറ്റുണ്ടാവും, ശരിയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണോ നമുക്ക് അറിയുന്നത് വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങിക്കോളൂ. എന്നിട്ട് അതിൽ അറിയാവുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആൾക്കാർ കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, ശരി പറയുന്നവർ ശരി പറയട്ടെ. പക്ഷെ മെല്ലെ നമ്മളിൽ ആ ഒരു വളർച്ച കാണാൻ പറ്റും. ഒരു കൺസിസ്റ്റൻസി വേണം. എൻ്റെ ചാനലിലൊരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് കഴിഞ്ഞ വർഷം തുടങ്ങിയെന്ന് മാത്രം. പിന്നെ ഞാൻ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നിരന്തരം ഇതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഗ ടീച്ചേഴ്സ് എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അറിയാവുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങുക. സൂമിലും ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്. എന്ത് സഹായവും ഞാൻ വളരെ ചെറുതാണ്, വളരെ അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ ഒരു ചെറിയൊരു അറിവ് സംഭവമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.